സ്ത്രീകളുടെ വോട്ട് കൂട്ടത്തോടെ നിതീഷ് കുമാറിന് കിട്ടിയിട്ടുണ്ട്. അത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇന്ത്യക്ക് സഹായകമായി എന്ന കാര്യത്തിൽ സംശയമേയില്ല. വനിതാ കേന്ദ്രീകൃതമായ സ്ത്രീ സൗഹൃദമായ ക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്തു എന്നതാണ് നിതീഷ് കുമാറിന്റെ വിജയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സ്ത്രീകളുടെ പോളിംഗ് ശതമാനം 71.6 എന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു. അതായത് സ്ത്രീകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ചെയ്യാനെത്തി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിതീഷ് സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ശ്രദ്ധേയമായതൊന്നായിരുന്നു മുഖ്യമന്ത്രി സൈക്കിൾ യോജന. 2006 പ്രഖ്യാപിച്ച പദ്ധതിയാണ്. സൈക്കിൾ വാങ്ങാൻ 9ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് 2000 രൂപ നൽകുന്ന പദ്ധതിയായിരുന്നു മുഖ്യമന്ത്രി സൈക്കിൾ യോജന. അന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇത് ഗുണം ചെയ്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി സൈക്കിൾ യോജന 2006 പദ്ധതിയായിരുന്നു. അത് പക്ഷേ വലിയ രീതിയിൽ വിജയം കണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2006 മുതൽ 2014 ഇടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് 17.6% നിന്ന് 5.7% കുറഞ്ഞു. 2012 സ്കൂൾ എൻറോൾമെന്റിൽ ആൺകുട്ടികളെ മറികടക്കുന്നത് പെൺകുട്ടികളാണ് എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പെൺകുട്ടികൾക്കുള്ള സഹായമായാണ് മുഖ്യമന്ത്രി സൈക്കിൾ യോജന അവതരിപ്പിച്ചതും അത് വലിയ രീതിയിൽ വിജയം കാണുകയും ചെയ്തത്. ഇനി വനിതാ സംവരണം അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ച സംസ്ഥാനമാണ് ബീഹാർ. വനിതാ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഏർപ്പെടുത്തി. വനിതകളുടെ രാഷ്ട്രീയ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വനിതാ സംവരണം അതും വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ എത്രത്തോളം അത് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ജീവിക എന്ന പേരിൽ 2006 പുറത്തിറക്കിയ രൂപകൽപ്പന ചെയ്ത പദ്ധതി. നമ്മുടെ കുടുംബശ്രീ മാതൃകയിലൊക്കെയുള്ള ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ച് എത്രത്തോളം 10 ലക്ഷത്തിലധികം 10.6 ലക്ഷം സംഘങ്ങൾ രൂപീകരിച്ചു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം ഉറപ്പാക്കുന്നതിന് ഈ സ്വാശ്രയ സംഘങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുകൂടിയാണ് അറിയേണ്ടത്. ഏതായാലും കയ്യടിയോടെ തന്നെ സ്ത്രീകൾ അതിനെ സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. 2016 ഇതുപോലെ തന്നെ വനിതാ സംവരണം സർക്കാർ ജോലിയിൽ ഏതാണ്ട് 35% വനിതാ സംവരണം ഏർപ്പെടുത്തിയതെന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്. തൊഴിൽ രംഗത്ത് അതായത് സർക്കാർ ജോലിയിൽ ഉൾപ്പെടെ വനിതകളുടെ പ്രാതിനിധ്യം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതിന് ഇത് സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്നതായിരുന്നു. പക്ഷേ 2016 തന്നെ സർക്കാർ ജോലിയിൽ വനിതകൾക്ക് 35% സംവരണം എന്നത് നിതീഷ് സർക്കാർ നടപ്പാക്കിയിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന. അത് ഈ വർഷം തൊട്ട് മുമ്പത്തെ വർഷം അക്കൗണ്ടിൽ 10,000 രൂപ നൽകുക എന്നതായിരുന്നു. 1.1 കോടിയിലധികം ഉപഭോക്താക്കൾ അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ വലിയ ജനപ്രിയമായ ഒരു സംഗതിയായിരുന്നു. അതായത് ജോലിയില്ലാത്ത ആളുകൾക്ക് പോലും ഗുണകരമാകുന്ന രീതിയിൽ ഒരു മാസം 10,000 രൂപ ലഭിക്കുന്ന രീതിയിലൊക്കെ തന്നെയുള്ള പ്രഖ്യാപനമായി അത് മാറുകയും ചെയ്തു. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കയ്യടി നേടിയ പദ്ധതിയായിരുന്നു. 1 കോടിയിലധികം ഗുണഭോക്താക്കളുണ്ട് ഇതിൽ എന്നുകൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ സ്ത്രീകളെ കയ്യിലെടുത്തുകൊണ്ട് സ്ത്രീ വോട്ടുകൾ കൂട്ടത്തോടെ പറിച്ചെടുത്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഇത്തവണ ജയം കൊയ്യുന്നതിൽ പ്രധാനമായും സ്ത്രീകളുടെ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു. അത് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകളും വ്യക്തമാക്കുന്നത്. നമുക്ക് കൂടുതൽ വിശകലനങ്ങളിലേക്ക് എത്തണം. ഒപ്പം മറ്റു വാർത്തകളും